ഉസ്താദന്മാരുള്ള ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഒരു ഉദാഹരണം കൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കെട്ടുകഥയല്ലല്ലോ. ഇപ്പോൾ 2024 ഇതേപോലെ പോയി ബേക്കോട്ട് പോയി 25 ബേക്കോട്ട് പോയി 570 എന്ന് പറയുന്നൊരു കൊല്ലെത്തുമല്ലോ. ക്രിസ്തബ്ദം 570 ഏപ്രിൽ മാസം 21-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ഞാനതിൻ്റെ കാലം പറയുന്നത് ഒരു അക്വറസി കിട്ടാനാണ്. റസൂലുള്ളാഹിനെ മനസ്സിലായാൽ പിന്നെ ദീനിന് ബാക്കി ചോദ്യങ്ങളോ ഉത്തരങ്ങളൊന്നുമില്ല. റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 610 ഓഗസ്റ്റിലാണ് പ്രവാചകൻ അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദില്ല മുഹമ്മദുൻ റസൂലുള്ളാഹിയാകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 622 ജൂലൈ 19-നാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. 632 ജൂണിൽ അല്ലെങ്കിൽ ഓഗസ്റ്റിലാണ് വഫാത്താവുന്നത്. ആ കാലത്തെ അറേബ്യ എങ്ങനെയായിരുന്നു? ഞാൻ പ്രസംഗം ഒഴിവാക്കി പറഞ്ഞു പോകുന്നത് കുറച്ച് കവർ ചെയ്യാനാണ്. പിന്നെ ഞാൻ പറയുന്ന വിഷയങ്ങളായിരിക്കില്ല ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആവശ്യമെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്ലിപ്പിലോ മറ്റോ എഴുതി തന്നാൽ സ്ത്രീകൾക്കും അതിൻ്റെ ഭാഗമാകാം. ഞാനൊരു മറുപടി പറയുന്നയാളും നിങ്ങൾ ചോദിക്കുന്ന ആളും അല്ല. നമുക്ക് ധാരാളം ഉസ്താദന്മാർ ഇവിടെ ഉണ്ട്. ഉസ്താദും തങ്ങളുമായൊരു ആൾ ഇവിടെ ഉണ്ട്. എപ്പോഴാണ് തങ്ങൾ പോവുക എന്നറിയില്ല. നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ 1400 കൊല്ലം മുമ്പുള്ള മദീനയിലെ പള്ളി എങ്ങനെയായിരുന്നു? ഈത്തപ്പനൻ്റെ തണ്ട് തൂണാക്കി നിർത്തുന്നു. ഈത്തപ്പനയുടെ ഓല മേൽക്കൂരയായി അതിന് മേഞ്ഞിരിക്കുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുമെന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയ പള്ളി. വേനൽക്കാലമാണെങ്കിൽ കാല് താഴെ വെക്കാൻ പറ്റില്ല, അത്രയും ചൂട്. ആ പള്ളിയിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ. ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അള്ളാഹു എനിക്കൊരു കോണ് പോലെ ചുരുട്ടി കാണിച്ചു തന്നു. കിഴക്കും പടിഞ്ഞാറും കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും മതിലുകൾ അപ്രസക്തമായി ഞാൻ ഈ ഭൂമി മുഴുവനും നോക്കി. എന്നിട്ടുള്ള ഓരോരോ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. സുദീർഘമായ ഭാഗമാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അന്ത്യനാളിൻ്റെ ആ ഘട്ടം പ്രവാചകൻ എണ്ണുന്നിടത്ത് പറഞ്ഞു, അങ്ങനെ ദജ്ജാൽ മദീനയിൽ വരാൻ ശ്രമിക്കും. ജുഹ്ഫ് മലയുടെ മുകളിൽ ദജ്ജാൽ എത്തും. ദജ്ജാലിനെ മലക്കുകൾ എറിഞ്ഞോടിക്കും. ദജ്ജാൽ മദീനയിലേക്ക് തല ഉയർത്തി പാളി നോക്കും. എന്നിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ. ആരുടേതാണ് കേട്ടോ ഈ വൈറ്റ് പാലസ്, ഈ വള്ളക്കൊട്ടാരം ആരുടേതാണ്? ഞാനൊരു പ്രയാസമുള്ള കാര്യമല്ല പറയുന്നത്. ഏത് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തന്നെ ഇന്ന് തെറ്റാണ്. എല്ലാവരും ഒരേപോലെ അറിയുന്നവരും വാർത്താമാധ്യമങ്ങളും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നവരുമാണ്. ഈത്തപ്പനയുടെ തണ്ട് തൂണ്, ഈത്തപ്പനൻ്റെ ഓല മേൽക്കൂര, ചളി, തിന്നാനൊന്നും ഇല്ലാത്ത കാലം. ഞങ്ങൾ കാഷ്ടിച്ചതും ഒട്ടകം കാഷ്ടിച്ചതും ഏറെക്കുറെ ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് അധികം കൊല്ലായില്ല. സഹാബികൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഉപരോധിച്ചപ്പോൾ 2 കൂട്ടരും തിന്നുന്നത് പുല്ലാണ്. അവസാനം കാഷ്ടം നോക്കിയാൽ മനുഷ്യൻ കാഷ്ടിച്ചതേത് ഒട്ടകം കാഷ്ടിച്ചതേതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇസ്ലാം ഇവിടെ ഉണ്ടായത്. അതിന് തൊട്ട് ശേഷമാണ് പറയുന്നത്, എൻ്റെ ഈ പള്ളി നോക്കിയിട്ട് ദജ്ജാൽ ചോദിക്കും, ലിമനിൽ കസ്റുൽ അബിയദു ഹാദാ. അവിടെ 2 കാര്യം. ഒന്ന്, അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു സഹാബി എഴുന്നേറ്റ് പോയോ? ആദ്യത്തെ ആലോചിക്കണം. ഇന്ന് വൈറ്റ് പാലസ് ആയി. ഇന്ന് ഈ ഭൂമിയിലെ മന്ദിരങ്ങളിൽ വെള്ളക്കൊട്ടാരം എന്ന പേര് ചേരുന്നത് വൈറ്റ് ഹൗസിനേക്കാളും മദീനയിലെ മസ്ജിദ് നബവിക്കാണ്. വെള്ളക്കൊട്ടാരം എന്ന പേരിനൊരു സാക്ഷാത്കാരമുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അത് മദീനയിലെ അൽ മസ്ജിദ് നബവിയാണ്, സംശയമില്ല. അതും ഉംറക്കും ഹജ്ജിനും പോയവർക്കൊക്കെ അറിയാമല്ലോ. ഉഹുദ് ഏത് ട്രാവൽസിൻ്റെയും ഏജൻസിയുടെയും കൂടെയും പോകുമ്പോൾ സന്ദർശിപ്പിക്കുന്നതാണ് ഉഹുദ്. ഉഹുദ് മലയും ഉഹുദ് ശുഹദാക്കളുടെ പ്രദേശങ്ങളും. അവിടെ നിൽക്കുമ്പോൾ നേരെ മറുപുറത്തുള്ള മലയാണ് ദജ്ജാൽ കയറുന്ന മല. ആ മലയിൽ നിന്ന് മദീനയിലേക്ക് നോക്കിയാൽ കാണുന്നത് മനോഹരമായ പച്ചക്കുബ്ബയും നല്ലൊരു സീനറിയുമാണ്, വൈറ്റ് പാലസ്. ഇന്നത് പുലർന്നിരിക്കുന്നു ആ ഹദീസ്.
ഇതെങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഒന്നാമത്തേത്, ഒരു ചെളിപ്പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ ഇത് പറയുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് കുറച്ച് ആഴത്തിൽ ആലോചിച്ചേരി. ഫിക്റു സഅത്തിൻ ഖൈറും മിൻ ഖിയാമിൽ ലൈൽ. നല്ല കാര്യം ചിന്തിക്കലാണ് രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പറയുകയാണ്. ലോകത്തെ അഫ്ഗാനിസ്ഥാൻ, ആ രാജ്യത്തിൻ്റെ സാങ്കടം എല്ലാവർക്കും അറിയാലോ. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന, ഇപ്പോൾ താലിബാൻ തോന്നുന്നു ഭരിക്കുന്നത് അല്ലേ, അതിൻ്റെ തലവൻ പറയുകയാണ്, ഒരു 10 കൊല്ലത്തിനകം നമ്മൾ അമേരിക്ക കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അവസ്ഥ? അതാരും വിശ്വസിക്കില്ല. അതിനേക്കാളും അവിശ്വസനീയമാണിത്. ലോജിക്കലി ആലോചിച്ചാൽ, ചെളി, ഓല, മട്ടൽ, മരത്തിൻ്റെ തണ്ട്, ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം ഇവിടെ തിന്നാൻ സാധനം കിട്ടണം. അതുപോലും ഇല്ല. സഹാബികൾ ആരും എഴുന്നേറ്റ് പോയില്ല എന്ന് മാത്രമല്ല, സ്വഹാബികൾ മുഴുവനും അത് വിശ്വസിച്ചു. എന്തായിരിക്കും ആ വിശ്വസിച്ചതിൻ്റെ കാരണം എന്നാലോചിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലാവും. ഇസ്ലാം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമേ പറയൂ എന്ന് സ്വഹാബികൾ അനുഭവിച്ചതാണ്. ഒരു ഗുഹാൻ്റെ ഉള്ളിൽ പ്രവാചകൻ ഇരിക്കുന്നു. ആ പാറ്റേണിൽ ഒരുപാട് സംഗതി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഈ അറേബ്യാൻ്റെ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടി ബർക്കത്തിന് വേണ്ടി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച് പ്രവാചകനോട് മതസ്സാ, എപ്പോഴാണ് അന്ത്യനാൾ? റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൽ മസ്ഊലു അഅലമു മിനസ്സായിൽ, എനിക്ക് താങ്കളെക്കാൾ ആ വിഷയത്തിൽ അറിവില്ല എന്നർത്ഥം. അപ്പോൾ പറഞ്ഞു ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, എന്നാൽ അതിൻ്റെ അടയാളമൊന്ന് പറഞ്ഞു തരീൻ. അപ്പോൾ പറയുകയാണ്, അൻതറൽ ഹുഫാതൽ ഉറാതൽ ആലത റിയാഅശാതി യതതാവലൂന ഫിൽ ബുന്യാൻ. അതിൻ്റെ അർത്ഥം എന്താ? അൻതറൽ ഹുഫാത അൽ ഉറാത്ത, ചെരുപ്പ് ധരിക്കാൻ പോലും വകയില്ലാത്ത, വസ്ത്രം ധരിക്കാൻ വകയില്ലാത്ത, നഗ്നരായ, ദരിദ്രരായ, ആടിനെ മേച്ച് നടക്കുന്ന ഈ അറബ് സമൂഹത്തെ താങ്കൾക്ക് കാണാൻ കഴിയും. യതതാവലൂന ഫിൽ ബുന്യാൻ. നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കണേ. യതതാവലൂന ഫിൽ ബുന്യാൻ. 1400 കൊല്ലം മുമ്പാണ് പറയുന്നത്. അവർ നീളമുള്ള ബിൽഡിംഗ് ഉണ്ടാക്കി മത്സരിക്കും. ഇവിടെ ചെറുപ്പക്കാരില്ലേ, ഫോൺ ഉപയോഗിക്കാത്ത ആരുമില്ലല്ലോ, ഗൂഗിൾ ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നുകിൽ ഇപ്പം തന്നെ, അല്ലെങ്കിൽ എപ്പോഴാണോ സൗകര്യം, ഒന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യണം. ദുബൈ സിറ്റി 2000-ൽ, ദുബൈ 1950-ൽ, ദുബൈ 1970-ൽ. ഇനി ദുബൈ നിങ്ങൾ ജോലി ചെയ്യുന്നത് ദോഹയിലാണെങ്കിൽ ദോഹ, ബഹ്റൈൻ, കുവൈത്ത്, ജിദ്ദ, റിയാദ്, എവിടെയാണോ അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. ഒരു 5 അട്ടി ബിൽഡിംഗ് ഒറ്റയുമില്ല. നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇത് വെറുതെ പറയാണെന്ന്? 5 നില ബിൽഡിംഗ് എന്ന് പറയുന്ന ബിൽഡിംഗ് ദുബൈയിൽ പോലും ഇല്ല. ദുബൈയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. നോക്ക്, എന്നിട്ടല്ല ബാക്കി സംസാരിക്കേണ്ടത്. നോക്ക്, 2000-ലെ ദുബൈ സെർച്ച് ചെയ്താൽ കൊച്ചിക്ക് തികയോ? നോക്ക്. ഇത് 25 കൊല്ലം കൊണ്ടാണ് ഈ പറയുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മുഴുവനോടുണ്ടായത്. 2002-ലൊക്കെ ഈ ബുർജ് ഖലീഫാന്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കോൺക്രീറ്റ് കാടുകളായി. 1400 കൊല്ലം മുമ്പ് അറേബ്യയിൽ, 70 കൊല്ലം മുമ്പ് 5 നില ബിൽഡിംഗ് ഇല്ലാത്ത അറേബ്യയിൽ 1400 കൊല്ലം മുമ്പ് പിന്നെ ബിൽഡിംഗ് ഇല്ല എന്ന് പറയൽ തന്നെ മോശമല്ലേ? മനുഷ്യന്മാര് ഹജ്ജും ഉംറയും ഇല്ലെങ്കിൽ അറേബ്യയിലേക്ക് പോവുമായിരുന്നോ? പോവില്ല. ഡൽഹി ഔറംഗസീബ് ഭരിക്കുന്ന കാലത്ത് എന്തേലും ക്രിമിനൽസിന്റെ ശിക്ഷ തീരെ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അറേബ്യയിലേക്ക് നാടുകടത്തും. ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെയുള്ള ക്രിമിനൽസിന് എന്താ ചെയ്തത്? അവരുടെ ഭാഷയിലെ കുറ്റവാളികൾ, നമ്മുടെ ഭാഷയിലെ നിരപരാധികൾ എന്താ ചെയ്തത്? ആന്തമാൻ നിക്കോബാറിലേക്ക് നാടുകടത്തി. ഇന്ന് ആന്തമാനിൽ പോയാൽ അവിടെ ഈ പറയുന്ന പെരുമക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, കുറ്റിപ്പുറമുണ്ട്, താനൂരുണ്ട്, തിരൂരുണ്ട്,
പരപ്പനങ്ങാടിയുണ്ട്, പുതിയങ്ങാടിയുണ്ട്, ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ അറേബ്യയിലേക്ക് നാട് കടത്തുന്നതാണ്. കാരണം അറേബ്യ അത്രയും ബേക്കിലാണ്. 100 കൊല്ലം മുമ്പുള്ള കേരളത്തിന്റെ പുരോഗതി UAE-ക്കില്ലായിരുന്നു, സൗദിക്കില്ലായിരുന്നു. അതാണ് അറേബ്യ. ഈ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെയൊക്കെ നാട്ടിൽ വലിയ പെരുന്നാൾക്ക് ഹജ്ജിന് പോയ ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ നെയ്ച്ചോറും നെയ്യപ്പൊന്നും ചൂടില്ലായിരുന്നു. നെയ്ച്ചോറ് വെക്കൽ വലിയ തെറ്റാണ്, നെയ്യപ്പം ചൂടൽ അതിനേക്കാളും തെറ്റാണ്. ഫാമിലിയിൽ നിന്നൊരാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ. കാരണം സങ്കടപ്പെട്ടിരിക്കേണ്ട കാലമാണ്. അതായിരുന്നു പതിവ്, ഒരു മാമൂലാണ്. തിരിച്ചു വരൂലല്ലോ, വന്നാൽ 6 മാസം കഴിഞ്ഞാലല്ലേ. അപ്പൊ അറേബ്യയുടെ ഒരു സാങ്കേതിക വികസനം, ഒരു പുരോഗതി, അതൊക്കെ ഇപ്പൊ ഈ 10-40 കൊല്ലത്തിനിപ്പുറം ഗൾഫ് ബൂം പെട്രോളിന് ശേഷം ഉണ്ടായതാണെന്ന് പറഞ്ഞാലും മതിയാവില്ല. അതിനും ശേഷം ഉണ്ടായതാണ്, അതിനെ തുടർന്നുണ്ടായതാണെന്ന് പറയാം. ഞാൻ അവിടെ നേരം കളഞ്ഞതല്ല. ആ അറേബ്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ അറേബ്യയെ കുറിച്ചാണ് ഈ പറയുന്നത്. യതത്വാവലൂന ഫിൽ ബുന്യാൻ. തത്വാവല എന്ന് പറഞ്ഞാൽ നീളമുള്ളതാക്കി മത്സരിക്കുക. യതത്വാവലൂൻ, നീളമുള്ളതാക്കി അവർ മത്സരിക്കും. ഫിൽ ബുന്യാൻ, കെട്ടിടത്തിന്റെ നീളം. അതൊരു ബുർജ് ഖലീഫ മനസ്സിൽ വെച്ച് മാത്രം പറയുന്നതല്ല. കോൺക്രീറ്റിലെ അറേബ്യയിലെ ദുബൈയിലെ റോഡുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വന്ന് അള്ളാഹു കാക്കട്ടെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. കെട്ടിടം ഉണ്ടാക്കലൊരു മോശം പരിപാടി എന്നല്ല. പക്ഷേ ഇന്നല്ലാഹ ഖദ് സവ്വാലിയൽ അർള മശാരികഹാ വ മഗാരിബഹാ. റസൂലുള്ളാഹി കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞതൊന്നും തെറ്റാവുന്നില്ല. ഇവിടെ പുലരുകയാണ്. ഇവിടെ ജിദ്ദയിലൊരു അറബികളുടെ കാര്യം പറഞ്ഞാൽ 1000കണക്കിന് കിലോമീറ്റർ തരിശു നിലങ്ങളും മരുഭൂമിയുണ്ട്. പക്ഷേ അവരുടെ ഒരു സാഹസികത, അവിടെ ബിൽഡിങ് കെട്ടില്ല. കടല് പൂഴിയിട്ട് നകത്തിയിട്ട് അവിടെ കോർണിഷ് സിറ്റികളെ കെട്ടു. ജലലഭ്യതയുടെ വിഷയം. അപ്പൊ ഞാൻ അവിടെ നേരം ഒരുപാട് വിനിയോഗിക്കുകയല്ല. നബിസൽ ഇങ്ങനെ പറഞ്ഞ എൻ്റെ വിഷയം അതാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ അകത്ത് കാണുന്നു. നമ്മൾ ഈ ഹദീസിനൊക്കെ എന്താ ചെയ്യാനി? റസൂലുള്ളാഹി വെറുതെ പറഞ്ഞു എന്ന് പറയേ. നമ്മുടെ മുമ്പിലെ ചോദ്യചിഹ്നമാണിത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംശയത്തോടെ കാണുന്ന, ഇതൊക്കെ കുറെ കെട്ടുകഥകളാണ്. ജീവിതോപാധി കണ്ടെത്താൻ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പുരോഹിത സൃഷ്ടിയാണ്. അടിസ്ഥാനമില്ല. പുതിയ കാലത്തോട് സംവദിക്കാനും പുതിയ കാലത്തോട് സംസാരിക്കാനുമുള്ള ആശയപരമായ സമ്പന്നത ഈ പ്രത്യയശാസ്ത്രത്തിനില്ല എന്നൊക്കെ പറയുന്നവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളിതിനെ നോക്കിയാൽ, എൻ്റെ വിനീതമായൊരു ചോദ്യം, എന്നോടടക്കം നമ്മളോട് മുഴുവനും ഒരു ചോദ്യം, ഈ ഹദീസിനൊക്കെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഇപ്പോൾ എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രവാചക തിരുമേനിക്ക് അള്ളാഹിൻ്റെ വഹിയുണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാതെ വയ്യ. ഇതൊരു മനുഷ്യന് സ്വമേധയാ പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഒരിക്കലും പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. 2 ഹദീസല്ലേ അതേക്കുറിച്ച് പറഞ്ഞത്? ഒരു ചെറിയ ഹദീസിൻ്റെ ഒരു കഷ്ണം കൂടി കേട്ടോ. എന്നിട്ട് നമുക്ക് വിഷയത്തെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം ഇൻഷാ അല്ലാഹ്. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ, അറബ് ഭൂമിക നദിയും പാർക്കുകളുമാകുന്നത് വരെ. ഇതൊക്കെ സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസുകളാണ്. 1500 കൊല്ലം മുമ്പ് അറേബ്യയിൽ GCC-യിൽ എവിടെ മരുഭൂമിയിൽ എവിടെ നദികൾ, എവിടെ പാർക്കുകൾ, എവിടെ പച്ചക്കറിത്തോട്ടങ്ങൾ, എവിടെ ഫ്രൂട്ട്സ് തോട്ടങ്ങൾ? ഒന്നുമില്ല. പക്ഷേ ഉള്ളൻ കൈയിലേക്ക് പ്രവാചകന് ഭൂമി ചെറുതാക്കി കൊടുത്തു അല്ലാഹു. റസൂലുള്ളാഹി നോക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞാൽ എൻ്റെ ഈ മരുഭൂമി, എന്നിട്ട് പറയുകയാണ് ലാ തഖൂമു സ്സാഅ, സഹാബികളോട് അന്ത്യനാൾ വരില്ല കേട്ടോ. ഹത്താ യഊദ അർളുൽ അറബി അൻഹാറൻ വ മുറൂജ, ഈ അറബ് ഭൂമിക നദികളും പാർക്കുകളുമാകും. ഇന്നായി നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ പാർക്ക് എവിടെയാണ്? കിലോമീറ്ററുകൾ കണക്കിന് കൃഷി. ഈത്തപ്പന കൃഷി മാത്രമല്ല, ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറിയുണ്ട്. എന്നേക്കാൾ അറിയുന്നവർ നിങ്ങളല്ലേ. പക്ഷെ അവിടെ പ്രവാചകൻ
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഹദീസിന്റെ ഒരു സ്വഭാവം നോക്ക്. ഹത്താ യഊദ, അറബി അറിയുന്നവർക്കറിയാം. ഹത്താ യഊദ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നത് വരെ എന്നാണ്, ആവുന്നത് വരെ എന്നല്ല. അറേബ്യ നദികളും പാർക്കുകളും ആവുന്നത് വരെ എന്നല്ല, അറേബ്യ നദികളും പാർക്കുകളുമായി മടങ്ങുന്നത് വരെ. അപ്പൊ ഈ ഭൂമി നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുടെ ഭാവിയും അറേബ്യയുടെ ഭാവിയും അറേബ്യയുടെ ഭൂതകാലവും പറയുകയാണ്. നോക്കുമ്പോൾ അറേബ്യയുടെ ഭൂതകാലത്തിലുള്ളത് എന്താണ്? അറേബ്യ മുഴുവനും വനനിബിഡമായിരുന്നു, കാടുകളായിരുന്നു. എന്താ ഇന്നത്തെ ജിയോളജി പറയുന്നത്? മില്യൺ ഇയേഴ്സ് എഗോ അറേബ്യ ജുറാസിക് പാർക്കായിരുന്നു, ദിനോസറുകൾ പോലുള്ള കാടായിരുന്നു. 15,000 20,000 കൊല്ലം മുമ്പ് വരെ പോലും അറേബ്യയിൽ മണ്ണ് കാണാത്തത്രയും കാടുകളായിരുന്നു. പിന്നെ നൂറ്റാണ്ടുകളോളം ക്ഷാമം ഉണ്ടായി, അവിടെയുള്ള മരങ്ങളും വന്യജീവികളുമൊക്കെ നശിച്ചിട്ട് അത് ദ്രവിച്ചിട്ട് മണലിലായിട്ട് അതിൻ്റെ ഫോസിലുകളുടെ കെമിക്കൽ എവല്യൂഷൻ വഴിയാണ് ഇന്ന് അവിടെ കുഴിച്ചിട്ട് പല സാധനങ്ങൾ പോലും കിട്ടുന്നത്. സയൻസ് അങ്ങനെ പറയുന്നു. പക്ഷേ നോക്കൂ, പ്രവാചകന്റെ ഹദീസ്, ഹത്താ യഊദ, പണ്ട് അറേബ്യ അങ്ങനെയായിരുന്നു, കാടുകളായിരുന്നു, നദികളായിരുന്നു, കൃഷിയായിരുന്നു. അതേപോലെ തിരിച്ചു വരും അന്ത്യനാളിന്റെ മുമ്പ് എന്ന് സാദിഖുൽ വഅദുൽ അമീൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ റസൂലുള്ളാഹിനെ എങ്ങനെയാ തള്ളുക? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സയൻസ് തെളിയിച്ച കാര്യങ്ങളല്ല, യുക്തിയിൽ ബോധ്യമായ കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൻ്റെ പല ഭാഗവും തള്ളിക്കളയേണ്ടി വരും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കും ഒരു സ്റ്റെപ്പില്ല, ഇപ്പുറത്തേക്കും ഒരു സ്റ്റെപ്പില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ റസൂല് പറഞ്ഞതിനെ വിശ്വസിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റസൂൽ പറഞ്ഞതിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.